Next, go to S. ആ കുട്ടി ഇപ്പോ എസിലേക്ക് പോകും. No, no, no. That is not S. Yes, very good. Yes, find out you. Okay, well done. എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് തീരെ പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് അഥവാ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് തീരെ അറിയാത്ത കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ടീച്ചേഴ്സിനും അതുപോലെ കുട്ടികൾക്കും ചേർന്ന് ക്ലാസ്സിൽ വെച്ച് വളരെ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാൻ പറ്റുന്ന, അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പഠിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണേ. ആദ്യം തന്നെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കുറെ സ്ക്വയർ വരച്ചിട്ട് ആൽഫബറ്റ് ബ്ലോക്സ് നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലെ? പ്ലാസ്റ്റിക്കിന്റെ ABCD ആൽഫബറ്റ് ബ്ലോക്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പൊ ഈ ആൽഫബറ്റ് ബ്ലോക്സ് നമ്മൾ എന്ത് ചെയ്യാം? ഡിസോർഡർ ആയിട്ട് ഓരോ സ്ക്വയറിനകത്തും വെക്കുക. അതായത് ABCD എന്ന് കണ്ടിന്യൂസ് ആയിട്ട് വെക്കാൻ പാടില്ല. IRACP അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡിസോർഡർ ആയിട്ട് വെക്കുക. അതിനുശേഷം നിങ്ങൾ ക്ലാസ്സിലെ ആൽഫബറ്റ്സ് നന്നായിട്ട് അറിയുന്ന ഒരു കുട്ടിയെ വിളിക്കുക. അതായത് ABCD നന്നായിട്ട് അറിയാവുന്ന ഒരു കുട്ടിയെ വിളിച്ചിട്ട് ആ കുട്ടിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ട് ഓരോ കളത്തിലും ചാടാൻ വേണ്ടി പറയുക. B എവിടെയാ വെച്ചിട്ടുള്ളത്? അവിടേക്ക് ചാടണം. അതുപോലെ XYZ വരെ ആ കുട്ടീനെ കൊണ്ട് ചാടിപ്പിക്കുക. ഇതുപോലെ. അതിനുശേഷം നിങ്ങൾ വേറെ 2 കുട്ടികളെ വിളിക്കുക. എന്നിട്ട് ഒരു കുട്ടിയോട് അവിടെ നിൽക്കാൻ വേണ്ടി പറയുക. എന്നിട്ട് ആ നിൽക്കുന്ന കുട്ടിയോട് പറയാ, നിനക്ക് ഇഷ്ടമുള്ള ആൽഫബറ്റ് നിനക്ക് പറയാം. അപ്പൊ മറ്റേ കുട്ടി ഉണ്ടല്ലോ, വേറെ കുട്ടിയെ കൂടി നമ്മൾ വിളിച്ചിട്ടുണ്ടല്ലോ, ആ കുട്ടി ഈ കുട്ടി പറയുന്ന അനുസരിച്ച് ഏത് ആൽഫബറ്റ് ആണോ പറയുന്നത് അതിലേക്ക് ചാടി പോണം. അതായത് ഇവിടെ നിൽക്കുന്ന കുട്ടി B എന്ന ആൽഫബറ്റ് ആണ് പറയുന്നതെങ്കിൽ മറ്റേ കുട്ടി B എന്ന ആൽഫബറ്റിലേക്ക് ചാടണം. അതിനുശേഷം S എന്ന ആൽഫബറ്റ് ആണ് പറയുന്നതെങ്കിൽ ഉടനെ തന്നെ എസിലേക്ക് എത്തണം. അപ്പൊ ആ നിൽക്കുന്ന കുട്ടി പറയുന്നത് അനുസരിച്ച് ഈ കുട്ടി ചാടി പോണം. അതായത് ഗോ ടു P എന്ന് പറയുമ്പോ മറ്റേ കുട്ടി P കണ്ടുപിടിച്ച് ആ P ഉള്ള സ്ക്വയറിലേക്ക് ചാടണം. നെക്സ്റ്റ് ഗോ ടു S. ആ കുട്ടി ഇപ്പോ എസിലേക്ക് പോകും. No, no, no. That is not S. Yes, very good. ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കളിക്കുന്നത് പോലെ ഫീൽ ചെയ്യുള്ളൂ. അല്ലാതെ ഇങ്ങനെ വളരെ ബോറിംഗ് ആയിട്ട് ഇങ്ങനെ ആൽഫബറ്റ്സ് എഴുതി പഠിക്കുന്ന ഒരു മടുപ്പുണ്ടല്ലോ, അത് കുട്ടികൾക്ക് ഉണ്ടാവില്ല. മാത്രമല്ല ആൽഫബറ്റ്സ് ശരിക്കും റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആക്ടിവിറ്റി കുട്ടികളെ സഹായിക്കും. അവർ ശരിക്കും എൻജോയ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഗോ ടു യു. യെസ്, ഫൈൻഡ് ഔട്ട് യു. ഓക്കെ, വെൽ ഡൺ. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളോട് പറയുകയും ചെയ്യണം. ചില സമയത്ത് കുട്ടികൾ മിസ്റ്റേക്ക് വരുത്തുകയും ചെയ്യും, പക്ഷെ എന്നിരുന്നാലും അവർക്കത് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങൾ എല്ലാ കുട്ടികൾക്കും ചാൻസ് കൊടുക്കണം. അതേസമയം ആൽഫബറ്റ്സ് ഇനിയും മനസ്സിലായിട്ടില്ലാത്ത കുട്ടികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ കുട്ടികളെ കൊണ്ട് ഈ ആക്ടിവിറ്റി കുറെ സമയം ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും എല്ലാ കുട്ടികളും ആൽഫബറ്റ്സ് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ നമ്മൾ ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം ആൽഫബറ്റ്സ് പഠിപ്പിക്കാൻ നമുക്കൊരു ആക്ടിവിറ്റി കിട്ടുകയും ചെയ്തു. അതേസമയം കുട്ടികൾ നന്നായി എൻജോയ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതുപോലെ ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റിയുടെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചർമാർ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.